PN പണിക്കർ അനുസ്മരണവും മെറിറ്റ് ഈവനിങ്ങും നടത്തി. കായംകുളം ചേരാവള്ളി സർഗവേദി ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചേരാവള്ളി സർഗവേദി ഗ്രന്ഥശാലയിലാണ് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ അനുസ്മരണ സമ്മേളനം നടത്തിയത്. ഇതോടനുബന്ധിച്ച് മെറിറ്റ് ഈവനിങ്ങും സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ KPSC നാടക സമിതി ചെയ്ത പോലുള്ള വലിയൊരു സുദീർഘമായ സേവനമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒറ്റയാളോ അല്ലെങ്കിൽ രണ്ടാളോ ഈ കഥാപ്രസംഗം എന്ന് പറയുന്നത്. രാത്രിയിലൊക്കെ 2-3 കഥാപ്രസംഗങ്ങളാണ് നടത്തുന്നത്. സാംബശിവന്റെ കാലഘട്ടത്തിൽ ഒട്ടേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സാംബശിവൻ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ജന്മദിനം ഇതിനിടയ്ക്കാണ് അത് നമ്മൾ ആചരിക്കണമെന്നാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ ആളുകൾ ഈ പീരീഡിൽ വൈക്കം മുഹമ്മദ് ബഷീറുണ്ട്, പിന്നെ ശങ്കരപ്പിള്ളയുണ്ട്, അങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളതല്ല, അവർ ഈ സമൂഹത്തിന് നടത്തിയ കോൺട്രിബ്യൂഷൻ, അവർ മുഖാന്തരം ഈ ജനങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, അതാണ് കവികൾ, അതാണ് ക്രാന്തദർശികളാണ്. ഞാൻ തമാശായിട്ട് പറയും, ഞാനൊരു ഇടതുപക്ഷ യാത്രികയായിരുന്നു. ഗ്രന്ഥശാല പ്രസിഡന്റ് ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ ചേരാവള്ളി ശശി PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. SK വിശ്വനാഥ്, ഷാമില അനിമോൻ, TM സുരേഷ് കുമാർ, AR ഹരികുമാർ, S സുഭാഷ്, നീതു സുമേഷ്, വിസ്മയ വിമൽ, S ശബരി എന്നിവർ പങ്കെടുത്തു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. PN പണിക്കരെ കുറിച്ച് നമ്പിസാറിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആധികാരികമായി തന്നെ സംസാരിക്കാൻ നമ്മുടെ ചേരാവള്ളി ശശിക്കാറുണ്ട്. കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്കറിയാം, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച മഹത് വ്യക്തിത്വമാണ് PN പണിക്കർ അവർ. ജൂൺ 19 നമ്മുടെ സംസ്ഥാനമൊട്ടാകെ പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള വായനശാലകളിലും അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിനെ വായനയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചേരാവള്ളി ഗ്രന്ഥശാലയിലും ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.